ഹലോ. ഒരു ഹോം എസെൻഷ്യൽ ലിസ്റ്റുമായിട്ടാണ് ഞാൻ ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ മിക്കവാറും കാണുമായിരിക്കും. എങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഹോം എസെൻഷ്യൽ സാധനങ്ങളെ ഞാൻ രണ്ടായിട്ടൊന്ന് കാറ്റഗറൈസ് ചെയ്യുവാണ്. ഒന്ന് നമ്മുടെ ജനറൽ എസെൻഷ്യൽസ്, പിന്നെ രണ്ടാമത്തെ വിഭാഗം നമ്മളുടെ അടുക്കള ആവശ്യങ്ങൾക്കുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് ഒരു ഫ്ലാഷ് ലൈറ്റ്. ഈ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഉപയോഗം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാ വീട്ടിലും ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് ഈ ഫ്ലാഷ് ലൈറ്റ് ഒരെണ്ണം വെക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥലം നമ്മൾക്ക് എല്ലാവർക്കും പരിചയമാണ്. ഇപ്പോൾ കുട്ടികളും മുതിർന്നവരും എല്ലാവരും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു കറണ്ട് പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ അടുത്തത് ഒരു മൾട്ടി പോയിന്റ് ചാർജറാണ്. നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വീട്ടിലുള്ളപ്പം പല സാധനങ്ങളും ഒരേ സമയം ചാർജ് ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. നമ്മളുടെ ഫോണ്, എയർപോഡ്സ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെ ഒരു ചാർജർ ഉണ്ടെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് പല സാധനങ്ങളും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അവരുടെ റൂമിൽ ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ സാധനങ്ങളെല്ലാം ഇതിൽ നിന്നും ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. അധികം വിലയൊന്നുമില്ല. ഇനി നമ്പർ 3 ഒരു വാക്യൂം ക്ലീനറാണ്. അപ്പോൾ ഈ ഒരു വാക്യൂം ക്ലീനർ എന്തോ ഒരു ഉപകാരപ്രദമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. അതുപോലെ ഉപകാരമുണ്ട് എനിക്ക്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കോഡുള്ള വാക്യൂം ക്ലീനർ ആയിരുന്നു. അത് നല്ല ഹെവിയാണ്, അതുപോലെ ഉപയോഗിക്കാനായിട്ട് അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. അപ്പൊ ഇത് വാങ്ങിച്ചപ്പം ഒരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് പട്ടിയുള്ളതുകൊണ്ട് എല്ലാ ദിവസവും വീട് വാക്യൂം ചെയ്യണം. അപ്പൊ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പൊ ഞാനിത് വാങ്ങിച്ചിട്ടൊരു 4 വർഷത്തോളമായി. അപ്പൊ ഇതിന് പലതരം നോസിൽസ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് സ്റ്റെപ്പ് വാക്യൂം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കോർണേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകം നോസിൽസ് ഉണ്ട്. അപ്പൊ ഇത് ഒത്തിരി ഉപകാരമാണ്. നമ്മൾ ചൂല് അടിക്കുന്നതിനേക്കാളും പൊടി പോകും. അതുപോലെ പട്ടിയുടെയൊക്കെ രോമമാണെങ്കിലും നന്നായിട്ട് വാക്യൂം ചെയ്യാൻ പറ്റും. കാർപ്പറ്റൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. അപ്പൊ ഇത് നമ്മൾക്ക് ഒരു അത്യാവശ്യം വേണ്ട ഒരു സാധനമായിട്ട് ഞാൻ പറയും. ഇത് ഡൈസൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വാക്യൂം ക്ലീനർ ആണ്. അപ്പം ഏത് കമ്പനി ആണെങ്കിലും കുഴപ്പമില്ല. കോഡ്ലെസ് ആണെങ്കിലും അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും നമ്മൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്പർ 4 സോഫ കവേഴ്സ്. അപ്പൊ ഇത് സോഫ കവർ പണ്ട് എനിക്കും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഒരു വൃത്തിയായിട്ട് കിടക്കുകയില്ല എന്നൊക്കെ ഞാനും വിചാരിച്ചു. പക്ഷെ ഇത് വാങ്ങിച്ചതോടുകൂടി ആ ഒരു വിചാരം മാറി. നല്ല വൃത്തിയായിട്ട് കിടക്കും. നമുക്ക് ഇഷ്ടമുള്ള പല കളർ കോമ്പിനേഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ സൈഡിൽ ഇലാസ്റ്റിക് ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് ആ ഒരു ഷേപ്പിൽ തന്നെ ഇരുന്നോളും ചെയ്യും. അപ്പൊ നിങ്ങളും വാങ്ങിച്ചു നോക്കുക. വലിയൊരു വിലയില്ല. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മളുടെ സോഫ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട്. അപ്പൊ ഈ സോഫ കവേഴ്സ് നല്ലതാണ്. ഈ കവർ പെട്ടെന്ന് ഊരിയെടുത്ത് നമുക്ക് വാഷബിൾ ആണ്. അപ്പോൾ വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. അപ്പം നമ്മളുടെ അടുത്ത ഐറ്റം ആണ് ഒരു പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ഷർ. അപ്പം ചെറിയൊരു തീയൊക്കെ ഉണ്ടായാൽ അത് കെടുത്താനായിട്ട് എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണിത്. അതുപോലെ ഇത് വീട്ടിൽ എവിടെയാണ് ഇരിക്കുന്നതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും കൊച്ചു കുട്ടികളടക്കം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് ഒരു സ്മോക്ക് ഡിറ്റക്ടർ ആണ്. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും. അത് എല്ലാ വീടുകളിലും അപ്പാർട്ട്മെന്റുകളിലും എല്ലാം സ്മോക്കിനെ ഡിറ്റക്ട് ചെയ്ത് നമ്മളെ അലാം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അത് ഉള്ളത് സേഫ്റ്റിക്ക് വളരെ നല്ലതാണ്. ഇനി ഉള്ളത് ഒരു ഓൾ പർപ്പസ് സ്പ്രേ ആൻഡ് സ്പ്രേ ബോട്ടിലാണ്. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മളുടെ എല്ലാ സർഫസിനും ഉപയോഗിക്കാൻ പറ്റുന്ന തരം ഒരു ക്ലെൻസർ ആണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുമല്ലോ. കിച്ചൺ, അതുപോലെ ലിവിംഗ് റൂം എല്ലായിടത്തും ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം സ്പില്ല് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിന്നെടുത്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ സ്പ്രേ ബോട്ടിലും സ്പ്രേയും നല്ലൊരു സാധനമാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ. പ്രത്യേകിച്ച് ഇപ്പം കോവിഡൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഹാൻഡ് സാനിറ്റൈസർ എല്ലാ വീട്ടിലും കാണണം. നമ്മളൊന്ന് കടയിൽ പോയിട്ട് വരികയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുകയോ ഡോക്ടേഴ്സ് ഓഫീസിൽ പോവുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പോയിട്ട് പുറത്ത് ഇറങ്ങിയിട്ട് വരുമ്പോൾ ഈ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് ഒന്ന് ഹാൻഡ്സ് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ആ രോഗാണുക്കളെയൊക്കെ മാറ്റി നമ്മൾക്ക് സേഫായിട്ട് കുറച്ചുകൂടി ഇരിക്കാനായിട്ട് പറ്റും. അത് പ്രത്യേകിച്ച് കുട്ടികളെയും കൂടെ അത് ചെയ്ത് പഠിപ്പിക്കുക. അടുത്തത് ഒരു ടോയ്ലറ്റ് ബൗൾ ക്ലീനറാണ്, ഒരു ബ്രഷ്. നമ്മുടെ ടോയ്ലറ്റ് ബൗളിൻ്റെ പ്രത്യേക ഷേപ്പ് കാരണം പല ബ്രഷുകളും നമുക്ക് ഉപയോഗിച്ചാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ ബ്രഷ് ആമസോണിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇതായതുകൊണ്ട് നമുക്ക് ടോയ്ലറ്റ് ബൗൾ ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് അത് വൃത്തിയാകും. അതുപോലെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അധികം വിലയില്ല, ഇതിന് $10 മറ്റേ ഉള്ളൂ. അപ്പം അത് നല്ലൊരു സാധനമായിട്ട് തോന്നി. ഇനി അടുത്ത സാധനമാണ് ഒരു പ്ലഞ്ചർ.
അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മളുടെ സിങ്കോ ടോയ്ലറ്റോ അല്ലെങ്കിൽ കുളിമുറിയുടെ പൈപ്പോ ഒക്കെ ബ്ലോക്ക് ആകുന്നു. അപ്പോൾ ഈ ബ്ലോക്ക് മാറ്റാനായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒരു പ്ലഞ്ചർ. അപ്പോൾ ഇത് ഒരെണ്ണം വീട്ടിൽ എപ്പോഴും കരുതി വെക്കുക. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റ് പേപ്പർ കൊണ്ട് പലപ്പോഴും ടോയ്ലറ്റ് ക്ലോഗ് ആകാറുണ്ട്. അപ്പം ഇപ്പോൾ ഒരു പ്ലഞ്ചർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതൊന്ന് ശരിയാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ എസെൻഷ്യൽ സാധനങ്ങളിലേക്ക് വരാം. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഓവൻ മിറ്റ്സ്. അപ്പം നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പം പലപ്പോഴും ചൂടുള്ള സാധനങ്ങൾ ഓടിപ്പോയി കൈകൊണ്ട് എടുക്കാറുണ്ടല്ലേ. അപ്പോൾ അത് പിന്നെ പൊള്ളലാകും, അങ്ങനെയൊക്കെ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് ഈ സ്റ്റൗവിൻ്റെ അടുത്ത് എടുക്കാൻ എളുപ്പത്തിൽ സേഫായ ഒരു സ്ഥലത്ത് ഈ ഓവൻ മിറ്റൻസ് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ മറന്നു പോവുകയില്ല, പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും പറ്റുമല്ലോ. ഇപ്പോൾ കിച്ചൺ എസെൻഷ്യൽസ് രണ്ടാമത്തേതാണ് മൂർച്ചയുള്ള ഒരു കത്തി. അപ്പോൾ നമ്മൾ അടുക്കളയിൽ സാധനങ്ങളൊക്കെ അരിയുന്നവർക്കറിയാം, മൂർച്ചയില്ലാത്ത ഒരു കത്തിയാണ് നമ്മൾക്കുള്ളതെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ എപ്പോഴും നല്ല മൂർച്ചയുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കത്തിയെങ്കിലും അടുക്കളയിൽ കരുതുക. അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കത്തിക്ക് മൂർച്ച കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. പല വിധത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സിമ്പിൾ കല്ലാണ്. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് ഒന്ന് തേച്ച് കഴിഞ്ഞാൽ കത്തിക്ക് നല്ല മൂർച്ചയാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളുടെ പണി പെട്ടെന്ന് എളുപ്പമാക്കാനും അതുപോലെ സേഫ്റ്റിക്കും ഒത്തിരി പ്രാധാന്യമാണ്. ഇനി നമ്പർ 3 ഒരു വേസ്റ്റ് ബിൻ. അത് അടഞ്ഞിരിക്കുന്ന തരത്തിലുള്ള അടപ്പുള്ള വേസ്റ്റ് ബിൻ ആണെങ്കിൽ നല്ലത്. ഇപ്പം ഇതിപ്പം ഞങ്ങളുടേത് ഇങ്ങനെയാണ്, നമ്മൾ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് സാധനങ്ങൾ ഇട്ട് അടയ്ക്കുന്ന വേസ്റ്റ് ബിൻ ആണ്. അപ്പം കിച്ചൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ഒരു വേസ്റ്റ് ബിൻ വെക്കുകയാണെങ്കിൽ, നമ്മളെപ്പോഴും അടുക്കളയിൽ ജോലി എടുക്കുമ്പോൾ എപ്പോഴും അരിയോ എന്തെങ്കിലും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വേസ്റ്റ് വരുമല്ലോ. അപ്പോൾ അതിട്ട് വെക്കാനായിട്ട് നമ്മൾക്കൊരു വേസ്റ്റ് ബിൻ വളരെ അത്യാവശ്യമാണ്. പിന്നെയുള്ളത് ഒരു കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും. ഇത് വുഡിൻ്റെ ഉണ്ട്, പല മെറ്റീരിയൽസിൻ്റെ ഉണ്ട്. അപ്പം ഇത് ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ ഒരു കട്ടിംഗ് ബോർഡ് വളരെ ഉപകാരപ്രദമാണ്. പഴയ കാലത്തൊക്കെ നമ്മളുടെയൊക്കെ കാരണവന്മാർ കയ്യിലൊക്കെ വെച്ച് സാധനങ്ങൾ അരിയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് അതിനൊക്കെ പരിചയക്കുറവുണ്ട്. അതുകൊണ്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ കൈ മുറിയാതെയൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു അത്യാവശ്യ സാധനമാണ്. പിന്നെ ഒരു കാര്യം സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, ഈ കട്ടിംഗ് ബോർഡ് ഉപയോഗം കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി ഉണക്കിയിട്ട് വേണം എടുത്തു വെക്കാനായിട്ട്. കാരണം നമ്മളെപ്പോഴും ഭക്ഷണ സാധനങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇതിലിരുന്ന് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് നന്നായിട്ട് കഴുകി വെക്കുക. ഇപ്പോൾ കട്ടിംഗ് ബോർഡിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ ഇതോടെ പറഞ്ഞേക്കാം, അടുക്കളയിൽ വേറെ അത്യാവശ്യം കാണേണ്ട ഒരു സാധനമാണ് കുറച്ച് ബാൻഡേഡ്. അത് പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഉള്ളപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, പിള്ളേർ ചെറുതായിരുന്നപ്പോൾ അവരെപ്പോഴും വീഴും. അപ്പം വീണിട്ട് ഓടി നമ്മുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് വരുമ്പം ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ബാൻഡേഡ് ഒട്ടിച്ചു കൊടുത്താൽ അവർക്ക് സന്തോഷമായി, കരച്ചിൽ അതുപോലെ നിൽക്കും. അപ്പം അതല്ല, അടുക്കളയിലുള്ള ഉപയോഗം അതല്ല, നമ്മളെപ്പോഴും അരിയൊക്കെ ചെയ്യുമ്പോഴോ പലപ്പോഴും കൈയൊക്കെ മുറിയാറുണ്ട്. എൻ്റെ കൈയൊക്കെ പലപ്പോഴും മുറിയാറുണ്ട്. അപ്പോൾ കുറച്ച് ബാൻഡേഡ് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ അത് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതിനായിട്ടാണ്. അപ്പോൾ അതൊരു എസെൻഷ്യൽ സാധനത്തിൻ്റെ കൂടെ കൂട്ടുവാണ്. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട 2 കൊച്ചു സാധനങ്ങളാണ് ഒരു കത്രികയും ടേപ്പ് മെഷറും. അപ്പം പല സാധനങ്ങളും കട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ നമുക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഒരു കത്രിക വേണം. അതുപോലെ തന്നെ ടേപ്പ് മെഷർ. അത് നമ്മൾക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിലോ അപ്പോൾ വീട്ടിലേക്കുള്ള ഒരു സ്റ്റോറേജ് സാധനം വാങ്ങിക്കണമെങ്കിലോ ഒക്കെ പലപ്പോഴും നമുക്ക് മെഷർമെൻ്റ് എടുക്കേണ്ട ആവശ്യം വരാറുണ്ടല്ലേ. അപ്പം ഒരു ടേപ്പ് മെഷർ നമ്മൾ സൂക്ഷിച്ച് എവിടെയെങ്കിലും ഒരു ഒതുങ്ങിയ സ്ഥലത്ത് വെക്കുവാണെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണ്ട ഒരു സാധനമാണ് ഒരു പേനയും ഒരു കടലാസും. കടലാസ് പറഞ്ഞാൽ ചെറിയ നോട്ട് എഴുതാനായിട്ടുള്ള സാധനം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിലെ ഓരോ സാധനങ്ങൾ തീരുമ്പോൾ ആ ലിസ്റ്റ് അങ്ങ് ഇവിടെ എഴുതി വെക്കുവാണെങ്കിൽ വളരെ ഉപകാരമാണ്. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകും എന്തൊക്കെ സാധനമാണ് നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ വാങ്ങിക്കേണ്ടത്, എന്തൊക്കെയാണ് തീർന്നത്. അത് കുട്ടികളോടും പറയുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഇതിലൊന്ന് എഴുതി വെക്കുവാണെങ്കിൽ കടയിൽ പോകുമ്പോൾ നമുക്ക് ഈ ലിസ്റ്റ് എടുത്തുകൊണ്ടങ്ങ് പോയാൽ മതി. അത് ഞാനിവിടെ ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പം എല്ലാവർക്കും അറിയാം എൻ്റെ ലിസ്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പം ആവശ്യമുള്ള രീതിയിൽ വന്ന് എഴുതിക്കോളും. അപ്പോൾ ഇതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. ഇതൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഹോം എസെൻഷ്യൽ സാധനങ്ങൾ. ഇനി നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ അത്യാവശ്യം എന്ന് തോന്നിയിട്ടുള്ള ഈ ലിസ്റ്റിലൊന്നും പെടാത്ത ഒരു സാധനം നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവോ? അപ്പോൾ അതറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഉപകാരമാകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരുമൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.